2024-ലായാലും 26-ലായാലും 31-ലായാലും ഭരണഘടനയുടെ ഈ പദ്ധതികൾ പൂർത്തീകരിക്കാതെ, ഡീലിമിറ്റേഷനും സെൻസസ് നടപടിയും പൂർത്തീകരിക്കാതെ ഇത് നടപ്പിലാക്കുന്ന പ്രശ്നമില്ല എന്ന് പാർലമെന്റ് അസന്നിഗ്ധമായി വിളിച്ചു പറഞ്ഞു. ഇനി നിങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നല്ലോ, നിങ്ങളൊക്കെ അങ്ങ് എന്താ നിരുപാധികം എല്ലാവരുടെയും ഏകകണ്ഠ്യേന ഈ ബില്ലൊന്ന് വായിച്ചു നോക്കിയാതെയായിരുന്നോ നിങ്ങളൊക്കെ ഒപ്പിട്ടിരുന്നത്? ഈ ക്ലോസുകൾ അതിനകത്തില്ല എന്ന് പാർലമെന്റിനകത്ത് കണ്ണും കാതും ചേർത്ത് നിങ്ങൾ ഇരുന്നില്ലായിരുന്നു? ഇത് ആരുടെയും ഔദാര്യമല്ല സർ. രാജ്യം ഇത്രയും കാലം ഭരിച്ചവർക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞിരുന്നോ ഈ ബില്ലിനെ കുറിച്ച്? നിങ്ങൾക്കിതിന് നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റ് അത് കൃത്യമായി നിശ്ചയദാർഢ്യം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ ടി പി ജയചന്ദ്രൻ, വനിതാ സംവരണം നടപ്പാക്കുക, സ്ത്രീകൾക്ക് ഭരണത്തിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകളുടെയും ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് നേരത്തെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ 2023 എല്ലാവരും ഒന്നിച്ചു നിന്ന് ആ ബിൽ നിയമമാക്കി മാറ്റിയത്. ആ നിയമം നിലനിൽക്കെ അസാധാരണമായൊരു തിടുക്കം, ഈ അസാധാരണം എന്ന വാക്കാണ് ഈ ഒരു മുഴുവൻ പ്രക്രിയയിൽ ശ്രദ്ധേയമാവുന്നതെന്ന് തോന്നുന്നു. പലതും അസാധാരണമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഇത്തരത്തിൽ ഒന്നിച്ചു നിന്ന ഒരു അസാധാരണ ഐക്യം പ്രതിപക്ഷത്തും കണ്ടു. ആ തരത്തിൽ അതിനെ തോൽപ്പിച്ചത് അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പേരിൽ ഇന്നലെ പ്രധാനമന്ത്രി രാജ്യത്തോട് നടത്തിയ അഭിസംബോധന, അത് ഒരു തെരഞ്ഞെടുപ്പ് റാലിക്ക് സമാനമായ ഒരു രാഷ്ട്രീയ പ്രസംഗം എന്നതിൽ സംശയമില്ല. അത്രയ്ക്ക് രാജ്യത്തെ സ്ത്രീകളോട് അത്രയേറെ ഒരു അനുതാപമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇത്രയേറെ താല്പര്യമുണ്ടെങ്കിൽ അതിങ്ങനെയാണോ കൊണ്ടുവരേണ്ടത്? എന്തുകൊണ്ട് ഒരു ചർച്ച നടന്നില്ല? അല്ലെങ്കിൽ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം ഇത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത് തോൽക്കുമെന്ന് സ്വാഭാവികമായി എല്ലാവർക്കും അറിയാമായിരുന്നതാണല്ലോ. അതിനുശേഷം ഇന്നലെ നടന്ന പ്രസംഗം അത് കൂട്ടി വായിക്കുമ്പോഴാണ് ഇതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ എന്ന ചോദ്യം ഇത്രയേറെ ഉയർന്നു വരുന്നത്. ശ്രീജയുടെ ഇൻട്രോയിൽ പറഞ്ഞ ആദ്യ വാചകത്തോട് തന്നെ ഞാൻ വിയോജിപ്പിക്കുകയാണ്. ശ്രീജ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ ഒരു ആവശ്യമായിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടി ഇത് കാണുന്നത്. പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിൽ ആവശ്യമുണ്ടായിരിക്കേണ്ട അവരുടെ അവകാശമാണ്. അത് ആരുടെയും ഔദാര്യമല്ല എന്ന് ഞാൻ താങ്കളെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്, താങ്കൾ പറഞ്ഞു അസാധാരണമായ കാര്യങ്ങളെന്ന്. ഞാൻ ശ്രീജ ഉൾപ്പെടെയുള്ള ആളുകളെ ഓർമ്മിപ്പിക്കുന്നത് സാധാരണ പോലെയുള്ള അഴകുഴമ്പൻ ഭരണകൂടങ്ങളുടെ പതിവ് സാമ്പ്രദായിക രീതികളിലേക്ക് മുന്നോട്ട് പോകാനല്ല ഭാരതീയ ജനതാ പാർട്ടിയെ ഈ രാജ്യത്തെ ജനങ്ങൾ അധികാരമേൽപ്പിച്ചിരിക്കുന്നത്. അവിശ്വസനീയമായ അസാധാരണമായ നടപടികൾ നടപ്പിലാക്കി തന്നെയാണ് ഇവരൊക്കെ ഏറെക്കാലം സാധാരണ നടപടികൂടെ ഭരിച്ചു ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും സ്ത്രീ വിരുദ്ധതയും ഒക്കെ മുഖമുദ്രയാക്കിയ ഒരു രാഷ്ട്രം സാമ്പത്തികമായി ഇന്ന് 4ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ, വികസിതമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ലോകരാജ്യങ്ങളിൽ അംഗീകരിക്കപ്പെടുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ, 370-ാം വകുപ്പ് ഉൾപ്പെടെയുള്ള മുത്തലാഖ് ഉൾപ്പെടെയുള്ള പാക്ക നടപടികൾക്കെതിരെയുള്ള ശക്തമായ നിലപാടുകൾ, സാധാരണ പോലെയുള്ള പേടിച്ചോടുന്ന ഒരു ഗവൺമെൻറ് അല്ല, ധീരതയാർന്ന നടപടികൾ നടപ്പിലാക്കാനുള്ള കൃത്യതയാർന്ന പദ്ധതികളാണ്. ഞാൻ ബഹുമാനിക്കുന്ന 2 പാനലിസ്റ്റുകളും ഇടയ്ക്ക് പറഞ്ഞു ഇവർ ആരോ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, എവിടെയൊക്കെ ആശയക്കുഴപ്പമുണ്ട് എന്ന്. ഞാൻ ഈ 2 കൂട്ടരോടും എല്ലാ ബഹുമാനവും നിരത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സർ, വീഴ്ച എവിടെയാണ്, ആർക്കാണ് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ആശയക്കുഴപ്പം ആർക്കാണ് എന്ന് പ്രധാനമന്ത്രി ഒരു സത്യം തുറന്നു പറഞ്ഞപ്പോൾ തന്നെ ആശയക്കുഴപ്പവും ഭീതിയും ഭയപ്പാടും പ്രതിരോധിക്കാനുള്ള കഴിവും കുറവും ആർക്കാണ് എന്നുള്ളത് ഇപ്പോഴത്തെ വാക്കുകളിലൂടെ നമുക്ക് കൃത്യമാകുന്നു. ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു സർ, നിങ്ങൾ ജനപ്രതിനിധികളാണ്, ബന്ധപ്പെട്ടവരാണ്. വളരെ കൃത്യമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു സർ, the 2023 Nari Shakti Vandan Abhiyan clearly states that the implementation will happen only after the census and delimitation exercises. The government has openly stated it in the parliament. 2024-ലായാലും 26-ലായാലും 31-ലായാലും ഭരണഘടനയുടെ ഈ പദ്ധതികൾ പൂർത്തീകരിക്കാതെ, ഡീലിമിറ്റേഷനും സെൻസസ് നടപടിയും പൂർത്തീകരിക്കാതെ ഇത് നടപ്പിലാക്കുന്ന പ്രശ്നമില്ല എന്ന് പാർലമെന്റ് അസന്നിഗ്ധമായി വിളിച്ചു പറഞ്ഞു. ഇനി നിങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നല്ലോ, നിങ്ങളൊക്കെ അങ്ങ് എന്താ നിരുപാധികം എല്ലാവരുടെയും ഏകകണ്ഠ്യേന ഈ ബില്ലൊന്ന് വായിച്ചു നോക്കിയാതെയായിരുന്നോ നിങ്ങളൊക്കെ ഒപ്പിട്ടിരുന്നത്? ഈ ക്ലോസുകൾ അതിനകത്തില്ല എന്ന് പാർലമെന്റിനകത്ത് കണ്ണും കാതും ചേർത്ത് നിങ്ങൾ ഇരുന്നില്ലായിരുന്നു? ഇത് ആരുടെയും ഔദാര്യമല്ല സർ. രാജ്യം ഇത്രയും കാലം ഭരിച്ചവർക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞിരുന്നോ ഈ ബില്ലിനെ കുറിച്ച്? നിങ്ങൾക്കിതിന് നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു.
ആ ഗവൺമെന്റ് അത് കൃത്യമായി നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനിയിപ്പോ ചിലരുടെ കാര്യം മാസ്റ്റർ ഇടപെടുന്നതുകൊണ്ട് ക്ഷമിക്കണം, ഇത് നടപ്പാക്കണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇത് ഭരണഘടനാപരമായി തന്നെ ഒരു നിയമമായി അവിടെ വന്നു കഴിഞ്ഞു. ഇത് നടപ്പാക്കാൻ ഇപ്പോൾ ഇതാ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു പാതിരാത്രി പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. അവിടെയാണ് ആദ്യത്തെ ചോദ്യം ഉയരുന്നത്. ഇത് സ്വാഭാവികമായും ഈ 2027 സെൻസസ് പ്രക്രിയകൾ പൂർത്തിയാകുമ്പോൾ 2029 മുൻപ് തന്നെ ഇത് നടപ്പാകേണ്ടതാണ്. പ്രശ്നം 2 ചോദ്യങ്ങളാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ നിലവിലുള്ള അംഗസംഖ്യ വെച്ച് നടപ്പാക്കിക്കൂടെ? അത് പറ്റില്ലെന്ന് പറയുന്നു. വേണ്ടത് വേഗത്തിൽ ഈ പ്രക്രിയ വരണം. ഈ വേഗത്തിൽ പ്രക്രിയ വരുന്നതിന് മുന്നിൽ വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടോ എന്നാണ് ചോദ്യം. ശ്രീജയ്ക്ക് ചോദ്യം ചോദിക്കാതെ ഉത്തരം കേൾക്കുന്ന ശീലമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞ തെറ്റാകുമോ ശ്രീജ? ഞാൻ ശ്രീജ വളരെ വ്യക്തമായി പറഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. The 2023 Nari Shakti Vandan Abhiyan clearly states that the implementation will happen only after the census and delimitation exercise. അപ്പോൾ പിന്നെ ഈ This was ഭേദഗതി ബിൽ openly എന്തിനാണ്? stated in the parliament. The entire ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉത്തരങ്ങൾക്കായിരിക്കണം. ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിച്ചാൽ അങ്ങേക്ക് ഉത്തരം പറയാനുള്ള സമയം ഞാൻ തരുന്നുണ്ട്. ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ. അല്ല, ഞാൻ ശ്രീജ, നിങ്ങൾ ചോദിച്ച ഉത്തരം ഞാൻ തുടരുന്നതിനിടയ്ക്ക് മറുചോദ്യം വന്നതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് നിങ്ങളോട് മറ്റ് വിയോജിപ്പൊന്നുമില്ല. വ്യക്തിപരമായി നിങ്ങളും ഞാൻ നമ്മുടെ തർക്കവുമല്ല ഇത്. The entire opposition, including the Congress, RSP, CPM, officially voted in favor of this exact bill. The bill itself clearly states. ഇതിനപ്പുറം എന്താണുള്ളത്? ഇത് വായിച്ചു നോക്കാതെയും അവിടുത്തെ പാർലമെന്റ് ചർച്ചയിൽ പങ്കെടുക്കാതെയും ഇവർ ഒപ്പുവെച്ചത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പം നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കെന്താ? ഇതെന്തോ പ്രധാനമന്ത്രി വലിയ പാതകം ചെയ്തു, അദ്ദേഹം എന്തോ അരുതാത്തത് ചെയ്തു. നോക്കൂ, പ്രധാനമന്ത്രി എന്ത് ചെയ്താലും കപിൽ സിബലും RSPയും CPMും ഇങ്ങനെ ബഹളം വെക്കുന്നത് ഇന്നത്തെ പുത്തരിയൊന്നും അല്ലല്ലോ. കപിൽ സിബൽ എത്ര കേസുമായിട്ട് ശ്രീജ കോടതിയിൽ പോയി. ആ കടലാസിന്റെ വില ഏതെങ്കിലും ഒന്നിലും 370 വകുപ്പ്, മുത്തലാഖ്, നാരീശക്തി അഭിയാൻ, സിന്ദൂർ, GST, ഈ ഗവൺമെന്റ് ഏത് കൊണ്ടുവന്നാൽ ഇവർ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്, തോറ്റു പിന്മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തോൽക്കുന്നത് ആരാണ് എന്ന് നമ്മൾ കാത്തിരിക്കണം. ഇനി ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞതാണെങ്കിൽ ഇതേ അനുഭവമല്ലേ ശ്രീജ 2019 മിഷൻ ശക്തി മിസൈൽ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കി. 2019 തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് അന്ന് പ്രധാനമന്ത്രി പത്രങ്ങളോട് പറഞ്ഞു, മാധ്യമം ഉപയോഗിച്ച് ഇതേ കാര്യം പറഞ്ഞു. രാജ്യത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് കൃത്യമായിട്ട് പറയുന്നു, ഔദ്യോഗിക പദവി ഉപയോഗിച്ച് വോട്ട് തേടാനോ സർക്കാർ തലത്തിൽ പ്രചരണം നടത്താനോ പാടില്ല. എന്നാൽ രാജ്യത്തെ ബാധിക്കുന്ന അതീവ പ്രാധാന്യമായ പ്രശ്നങ്ങളോ ഗുരുതരമായ പ്രതിസന്ധികളോ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നൽകുന്നതിൽ യാതൊരു വിലക്കുമില്ല. 2019 ഇതേമാതിരി പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ ഇതേ മനോഹരമായ